സ്വന്തം വീടുകളിൽ പോലും പെൺകുട്ടികൾ സുരക്ഷിതരല്ലാത്ത കെട്ടകാലമാണിത്. കാമക്കണ്ണുകളോടെ അവളെ സമീപിക്കുന്നവരിൽ ജന്മം നൽകിയവർ പോലും ഉണ്ടെന്നതാണ് ഏറെ അമ്പരപ്പിക്കുന്ന കാര്യം. മുമ്പെങ്ങുമില്ലാത്ത വിധം പോക്സോ കേസുകളുടെ എണ്ണം സമൂഹത്തിൽ വർദ്ധിക്കുകയാണ്. തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ ശരീരത്തിലും മനസ്സിലും ഏൽക്കുന്ന മുറിവ് പിന്നെ മരണം വരെ ഒരു പേടി സ്വപ്നമായി അവളെ പിന്തുടരും. ആലപ്പുഴ പുന്നപ്രയിൽ 16-കാരിയെ പിച്ചു ചീന്തിയത് അച്ഛനും അടുത്ത ബന്ധുക്കളുമാണ്. കൊച്ചി എളമക്കരയിൽ 6 വയസ്സുകാരിയെ കൊന്ന് അച്ഛൻ ജീവനൊടുക്കിയ സംഭവത്തിലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 1 വർഷത്തോളമായി പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നടക്കമുണ്ടാക്കുന്ന ഈ വാർത്തകളിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം. സ്വാഗതം. ആലപ്പുഴ പുന്നപ്രയിലെ ഒരു 16-കാരി. അച്ഛനും അമ്മയും വേർപിരിഞ്ഞ ശേഷം നരകതുല്യമായിരുന്നു അവളുടെ ജീവിതം. 8-ാം വയസ്സിൽ സ്വന്തം അമ്മാവനാണ് ആദ്യം കാമക്കണ്ണുകളോടെ അവളെ സമീപിച്ചത്. പിന്നീട് പിതാവിൻ്റെ സംരക്ഷണയിലായപ്പോഴും അവളുടെ ജീവിതത്തിൽ അതിലും മോശമായ കാര്യങ്ങളാണ് സംഭവിച്ചത്. പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കേസിൽ പിതാവും 2 ബന്ധുക്കളും അറസ്റ്റിലായി. മറ്റൊരു പ്രതിക്കായി പോലീസ് അന്വേഷണം തുടരുകയാണ്. വർഷങ്ങളായി കുട്ടി നിരന്തരമായി പീഡനം നേരിട്ടുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എട്ടാം വയസ്സിൽ അമ്മയുടെ സഹോദരന്റെ അതിക്രമത്തിനിരയായ കുട്ടിക്ക് നേരെയാണ് പിതാവിന്റെയും അടുത്ത ബന്ധുക്കളുടെയും കൊടും ക്രൂരത. പലതവണയായി പിതാവും പിതാവിന്റെ ബന്ധുക്കളും പീഡിപ്പിച്ചെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. സംഭവത്തിൽ കുട്ടിയുടെ പിതാവ്, പിതാവിന്റെ സഹോദരി ഭർത്താവ്, ഇവരുടെ മകൻ, മറ്റൊരു ബന്ധു എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ഇതിൽ പിതാവ് ഉൾപ്പെടെ 3 പേരെ അറസ്റ്റ് ചെയ്തു. ഇവർ റിമാൻഡിലാണ്. പെൺകുട്ടിയുടെ പിതാവും മാതാവും വേർപിരിഞ്ഞാണ് ജീവിക്കുന്നത്. മാതാപിതാക്കൾ വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം പിതാവിനൊപ്പമായിരുന്നു കുട്ടി താമസിച്ചത്. എന്നാൽ ബന്ധുവീട്ടുകാരുടെ ഉപദ്രവത്തെ തുടർന്ന് പിന്നീട് CWCയുടെ സംരക്ഷണയിലായി. പെൺകുട്ടിയെ വീണ്ടും പിതാവ് ഏറ്റെടുത്ത ശേഷമാണ് ക്രൂരപീഡനത്തിന് ഇരയാക്കിയിരുന്നത്. പീഡനത്തെ സംബന്ധിച്ച് പെൺകുട്ടി ബന്ധു കൂടിയായ സുഹൃത്തിനോട് പങ്കുവച്ചതോടെയാണ് വിവരം പുറത്തറിഞ്ഞത്. നിലവിൽ കേസിൽ പിടിയിലാകാനുള്ള 4ാമത്തെ ആൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 ആലപ്പുഴ. കൊച്ചി എളമക്കരയിൽ മകളെ കൊലപ്പെടുത്തിയ ശേഷം അച്ഛൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കുട്ടി ദീർഘകാലമായി ലൈംഗിക പീഡനത്തിനിരയായിരുന്നുവെന്ന ഗുരുതരമായ കണ്ടെത്തലുള്ളത്. സംഭവത്തിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പോലീസ്. 6 വയസ്സുകാരി മരണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് പോലും പീഡിപ്പിക്കപ്പെട്ടതായാണ് കണ്ടെത്തൽ. കഴിഞ്ഞ മാസം 16-നാണ് അച്ഛനെയും മകളെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. 6 വയസ്സുകാരിയായ പെൺകുട്ടി ഏകദേശം 1 വർഷത്തോളമായി ലൈംഗിക പീഡനത്തിന് ഇരയായിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപും കുട്ടിക്ക് പീഡനം നടന്നതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് എളമക്കര പോലീസ് പോക്സോ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. കുട്ടിയെ പീഡിപ്പിച്ചത് ആരാണെന്നതിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കുടുംബാംഗങ്ങളുടെയും സമീപവാസികളുടെയും മൊഴികൾ പോലീസ് രേഖപ്പെടുത്തി. കേസിൽ കൃത്യമായ തെളിവുകളുണ്ടെന്നും ആരാണ് കുറ്റവാളി എന്നതിൽ അന്വേഷണം നടക്കുകയാണെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. അതനുസരിച്ച് പിന്നെ മുൻകൂട്ടി പോവാം. അതെല്ലാം ഇൻവെസ്റ്റിഗേഷനോടെ ഭാഗമായിട്ട് അത് പറ്റി പറയാൻ പറ്റില്ല. നമുക്ക് പീഡിപ്പിക്കട്ടുള്ളതുണ്ട്. അതുകൊണ്ടാണ് കേസ് ആൾട്ടർ ചെയ്തിട്ട് നമുക്ക് 302 പോക്സോ കേസും അഡീഷണൽ ആയിട്ട് ആഡ്. അല്ല, അത് കൃത്യമായിട്ട് നോക്കും. നമുക്ക് എവിഡൻസ് ഉണ്ട്. അതനുസരിച്ച് പോവാം. മറ്റേ അത് ഒരു ഫാമിലി, അച്ഛൻ, അമ്മ, കൊച്ചിയൊക്കെ ഒരുമിച്ച് താമസിക്കുന്ന സമയമാണ്. അതെന്തെങ്കിലും നമുക്ക് കൃത്യമായിട്ട് അത് ഒരുമിച്ചിരിക്കൂടിയ ഫാമിലിനകത്ത് നടന്നിട്ടുള്ളതാണ്. അത് പിന്നെ നമുക്ക് അന്വേഷിച്ചാലേ അറിയാൻ പറ്റും. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായി. കുട്ടി പീഡനത്തിന് ഇരയായതിനെക്കുറിച്ച് തനിക്ക് അറിവില്ലെന്നാണ് അമ്മ പോലീസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഫോറൻസിക് റിപ്പോർട്ടുകൾ, മൊബൈൽ ഫോൺ രേഖകൾ ഉൾപ്പെടെ എല്ലാ സാങ്കേതിക തെളിവുകളും പരിശോധിച്ചാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. ന്യൂസ് 18 കൊച്ചി.
സമൂഹ മാധ്യമങ്ങളിലൂടെ നാട്ടുകാരെ മൊത്തം ഉപദേശിച്ച് പേരെടുക്കുന്നവരുടെ തനിനിറം പലപ്പോഴും നമ്മൾ പുറമേ കാണുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസം ഏറെ ഞെട്ടലുണ്ടാക്കിയതാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഫിലിപ്പ് മമ്പാടിന്റെ അറസ്റ്റ്. കോഴിക്കോട് സ്വദേശിയായ മാനസിക വെല്ലുവിളി നേരിടുന്ന 16-കാരിയെ പീഡിപ്പിച്ച കേസിലാണ് മുൻ SI കൂടിയായ ഫിലിപ്പ് മമ്പാട് പിടിയിലായത്. ഇയാൾ നിലവിൽ റിമാൻഡിലാണ്. കേസെടുത്താൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഫിലിപ്പ് പോലീസിനോട് പറഞ്ഞതാണ് വിവരം. സംഭവത്തിൽ വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. പതിനാറുകാരി കോഴിക്കോട് ചേവായൂർ പോലീസിൽ നൽകിയ പരാതിയിലാണ് നിലമ്പൂർ ഇൻസ്പെക്ടർ BS ബിനുവിന്റെ നേതൃത്വത്തിൽ ഫിലിപ്പ് മമ്പാടിനെ അറസ്റ്റ് ചെയ്തത്. സ്കൂളിൽ നടന്ന കൌൺസിലിംഗിലാണ് കുട്ടി പീഡന വിവരം ആദ്യം പറഞ്ഞത്. തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുഖേന ചേവായൂർ പോലീസിൽ പരാതി നൽകി. പെരിന്തൽമണ്ണ SI ആയിരുന്ന ഫിലിപ്പ് 1 വർഷം മുൻപാണ് ലഹരിവിരുദ്ധ ക്ലാസുകൾ നടത്താനായി സ്വയം വിരമിച്ചത്. കൌൺസിലിംഗ് നടത്തുന്നതിനായി മമ്പാട്ടുള്ള ഫിലിപ്പിന്റെ വീട്ടിൽ രക്ഷിതാക്കൾ കൊണ്ടാക്കിയതിനെ തുടർന്ന് പെൺകുട്ടി അവിടെ താമസിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 3-4 തീയതികളിലാണ് കേസിനാസ്പദമായ സംഭവം. രക്ഷിതാക്കളുടെ അറിവില്ലാതെ പെൺകുട്ടിയെ കാസർഗോഡ് കാഞ്ഞങ്ങാടുള്ള സ്വകാര്യ ഹോട്ടലിലെത്തിച്ച് പലതവണ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് കേസ്. പെൺകുട്ടിയുടെ മൊഴി ചേവായൂർ പോലീസാണ് രേഖപ്പെടുത്തിയത്. തുടർന്ന് കേസ് നിലമ്പൂർ പോലീസിന് കൈമാറുകയായിരുന്നു. കാരച്ചാലിലെ തന്റെ വീട്ടിൽ നിന്ന് ഇരുവരും ഒന്നിച്ചു പോയതായി ഫിലിപ്പ് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. നിരപരാധിയാണെന്നും കേസ് വന്നാൽ ആത്മഹത്യ ചെയ്യുമെന്നും ഫിലിപ്പ് പറഞ്ഞതായും പോലീസ് അറിയിച്ചു. കോടതി റിമാൻഡ് ചെയ്ത ഫിലിപ്പിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാൻ പോലീസ് ആലോചിക്കുന്നുണ്ട്. ഫിലിപ്പ് മമ്പാട് അറിയപ്പെടുന്ന ആളായതിനാൽ തന്നെ വിവിധ വശങ്ങൾ പരിശോധിച്ച ശേഷമാണ് പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്. ന്യൂസ് 18 മലപ്പുറം. എറണാകുളം ചോറ്റാനിക്കരയിൽ +1 വിദ്യാർത്ഥിനി ആദിത്യ ജീവനൊടുക്കിയ സംഭവത്തിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. ബ്ലാക്ക് വെനം എന്ന പേരിലുള്ള അക്കൗണ്ടാണ് പെൺകുട്ടി ഫോളോ ചെയ്തിരുന്നത്. കൊറിയൻ മോഡലുകളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഈ അക്കൗണ്ടിലുണ്ട്. അതേസമയം ആദിത്യ ഫോളോ ചെയ്യുന്ന കൊറിയൻ പ്രൊഫൈലുകളിൽ സംശയാസ്പദമായ 3 അക്കൗണ്ടുകൾ പെൺകുട്ടി തന്നെ ക്രിയേറ്റ് ചെയ്തതാണെന്ന് പോലീസ് പരിശോധനയിൽ വ്യക്തമായി. 16-കാരിയായ ആദിത്യയുടെ മരണത്തിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം വിപുലപ്പെടുത്തിയത്. കുട്ടിയുടെ മാതാപിതാക്കളെ അടക്കം വിളിച്ചു വരുത്തി സംശയം തോന്നിയ അക്കൗണ്ടുകൾ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊറിയൻ മോഡലുകളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള ബ്ലാക്ക് വെനം എന്ന അക്കൗണ്ടും കുട്ടി ഫോളോ ചെയ്തിരുന്നു. മരിച്ച പെൺകുട്ടിയുടെ സഹപാഠികളടക്കം 20ഓളം പേരാണ് ബ്ലാക്ക് വെനം എന്ന ID ഉള്ള അക്കൗണ്ട് ഫോളോ ചെയ്തിരുന്നത്. എന്നാൽ ആദിത്യയുടെ മരണത്തോടെ ഈ അക്കൗണ്ട് ഫോളോ ചെയ്തിരുന്നവർ അൺഫോളോ ചെയ്തു. ആദിത്യ ബന്ധുവായ മറ്റൊരു കുട്ടിയുമായി കൊറിയൻ മ്യൂസിക് ബാൻഡായ BTSനെ കുറിച്ചടക്കം സംസാരിച്ചിരുന്നതായും വിവരമുണ്ട്. കുട്ടിയുടെ മൊബൈൽ ഫോണിന്റെ ഫോറൻസിക് പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയാണ് പോലീസ്. ഇൻസ്റ്റാ അക്കൗണ്ട് സംബന്ധിച്ച് ദുരൂഹതകളുണ്ടെന്നും വിശദമായി പരിശോധിക്കുമെന്നും പോലീസ് പറയുന്നു. ഇക്കഴിഞ്ഞ ജനുവരി 27 രാവിലെയാണ് ആദിത്യയെ വീടിനടുത്തുള്ള പാറമടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചോറ്റാനിക്കര ഗവൺമെന്റ് VHSൽ +1 വിദ്യാർത്ഥിനിയായ കുട്ടി രാവിലെ ട്യൂഷനും തുടർന്ന് സ്കൂളിലേക്കുമായി പോയതായിരുന്നു. സ്കൂൾ ബാഗും ലഞ്ച് ബോക്സും അടക്കമുള്ളവ കരയിൽ വെച്ച നിലയിലാണ് കണ്ടെത്തിയത്. ബാഗ് പരിശോധിച്ചപ്പോഴാണ് 4 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുക്കുന്നത്. കൊറിയൻ സുഹൃത്ത് അപകടത്തിൽ മരിച്ചതിന്റെ മനോവേദനയിൽ ജീവനെടുക്കുന്നുവെന്നാണ് കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. പെൺകുട്ടിയുടെ മൊബൈൽ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം മുതൽ പോലീസിന്റെ അന്വേഷണം. എന്നാൽ അന്വേഷണത്തിൽ അലംഭാവം കാട്ടുന്നുവെന്ന മാതാപിതാക്കളുടെയും സ്കൂളിലെ അധ്യാപകന്റെയും ആരോപണത്തെ തുടർന്ന് എറണാകുളം റൂറൽ SP KS സുദർശൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. അധ്യാപകർ, സഹപാഠികൾ എന്നിവരിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട്. കൊറിയൻ സംഗീതവും ഡ്രാമയുമെല്ലാം ആസ്വദിക്കാൻ ആദിത്യ ഏറെ സമയം ചെലവഴിച്ചിരുന്നതായാണ് വിവരം. ഇക്കാര്യങ്ങളും പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരത്തെ ഷോപ്പിംഗ് മാളിൽ ഏറ്റുമുട്ടി പോലീസുകാരനും SFI പ്രവർത്തകരും. എയർ ക്യാമ്പിലെ പോലീസുകാരൻ മിഥുൻ റോയിയും SFI പ്രവർത്തകരുമാണ് മാളിൽ ഏറ്റുമുട്ടിയത്. ശംഖുമുഖത്തെ പുതുവത്സരാഘോഷങ്ങൾക്കിടെ മിഥുന്റെ നേതൃത്വത്തിൽ SFI പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ മർദ്ദിച്ചിരുന്നു. അതിന് പകരം ചോദിക്കാൻ എത്തിയതോടെയാണ് സംഘർഷമുണ്ടായത്.
പുതുവത്സര രാവിൽ ശംഖുമുഖത്ത് സമയം കഴിഞ്ഞും DJ പാർട്ടി തുടർന്നത് പോലീസ് ചോദ്യം ചെയ്തിരുന്നു. സംഘാടകർ നിർത്താൻ തയ്യാറാകാത്തതിനാൽ പോലീസ് ഇടപെട്ടു. വാക്കുതർക്കം ലാത്തിയടിയിലേക്ക് മാറി. അന്ന് പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നതിൽ പ്രധാനിയായിരുന്നു മിഥുൻ റോയ്. ഉച്ചയ്ക്ക് ഒരു സ്ത്രീക്കൊപ്പം മിഥുൻ തലസ്ഥാനത്തെ മാളിലെത്തിയപ്പോൾ SFI പ്രവർത്തകരും അവിടെ ഉണ്ടായിരുന്നു. പോലീസുകാരന്റെ പിന്നാലെ നടന്ന SFIക്കാർ വെല്ലുവിളിച്ചു. ഇത് തമ്മിൽ തല്ലിലേക്ക് മാറി. നിങ്ങൾക്ക് ഭയങ്കര ഉറപ്പായിരുന്നല്ലോ. ഇപ്പൊ നിന്റെ ഉറപ്പ് തൊലിച്ചു പോയാ. മാളിൽ മറ്റ് നിരവധി പേർ നോക്കി നിൽക്കുകയായിരുന്നു സംഘട്ടനം. മിഥുന്റെ പരാതിയിൽ വഞ്ചൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 തിരുവനന്തപുരം. പോലീസുകാർക്ക് പോലും രക്ഷയില്ലാത്ത കാലമാണിത്. കോഴിക്കോട് നഗരത്തിൽ SIക്ക് കുത്തേറ്റു. ടൗൺ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ആയ ഷാഫിക്കാണ് സ്റ്റേഷന് സമീപം കുത്തേറ്റത്. സമീപത്തെ ഹോട്ടലിലുണ്ടായ തർക്കത്തിൽ ഇടപെട്ടതാണ് പ്രകോപനക്കാർ. പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. ശനിയാഴ്ച വൈകുന്നേരം ടൗൺ പോലീസ് സ്റ്റേഷൻ എതിർവശമുള്ള ഹോട്ടലിലായിരുന്നു സംഭവം. ഹോട്ടലിലെത്തിയ എടക്കാട് സ്വദേശി പ്രമോദ് ചായയുടെ ഗുണനിലവാരത്തെ ചൊല്ലി ജീവനക്കാരുമായി തർക്കത്തിലേർപ്പെടുകയും ബഹളമുണ്ടാക്കുകയും ചെയ്തിരുന്നു. ചായ കുടിക്കാനായി ഇതേസമയം ഹോട്ടലിലെത്തിയ ഗ്രേഡ് SI ഷാഫി വിഷയത്തിലിടപെടുകയും പ്രമോദിനോട് പ്രശ്നമുണ്ടാക്കാതെ പുറത്തുപോകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. പിന്നാലെ ചായ കുടിച്ച ശേഷം ഷാഫി പുറത്തിറങ്ങി. ഷാഫി റോഡിലെത്തിയപ്പോൾ തൊട്ടു പിന്നാലെ എത്തിയ പ്രമോദ് പിന്നിലൂടെ എത്തി കുത്തുകയായിരുന്നു. പരിക്കേറ്റ SIയെ ഉടൻ തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ല. സംഭവ സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രമോദിനെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിക്കുകയായിരുന്നു. അടിപിടിയടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് പ്രമോദെന്ന് പോലീസ് അറിയിച്ചു. നമുക്ക് കളക്കിട്ടിട്ടുണ്ട്. കൂടുതൽ അന്വേഷിക്കണം എന്താ സംഭവിച്ചതെന്നുള്ളതുണ്ട്. എന്തായാലും ഇപ്പോൾ SIക്ക് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ്. ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇപ്പൊ സ്റ്റേബിൾ ആണ്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ബാക്കി കണ്ടീഷൻ നോക്കണം. കാരണം ഒരു കുത്തി കിട്ടിയല്ലേ. എന്തെങ്കിലും ഈ ആന്തരിക അവയവങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഡോക്ടർമാർ നോക്കുന്നുണ്ട്. ആസ് ഓഫ് നൗ ഈ സ്റ്റേബിൾ. താങ്ക് ഗോഡ്. ന്യൂസ് 18 കോഴിക്കോട്. ആലപ്പുഴ ജില്ലാ കേരളോത്സവ വേദിയിൽ യുവമോർച്ച നേതാവിന്റെ കൊലവിളി. യുവമോർച്ച ആലപ്പുഴ നോർത്ത് ജില്ലാ ഭാരവാഹിയായ അതുൽ കൃഷ്ണയാണ് കളരിപ്പയറ്റ മത്സരത്തിനിടയിലെ തർക്കത്തെ തുടർന്ന് ഭീഷണി മുഴക്കിയത്. സംഭവത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഒടുവിൽ പോലീസ് ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. ഇത് കഴിയാതെ പോകുക. ഇത് കഴിയാതെ നീ പോകത്തില്ല ഇവിടുന്ന്. നിനക്ക് മറ്റേ ഫൈറ്റിങ്ങിനുള്ള പിള്ളേർ തന്നെ കാലിയെ ചവിട്ടി
ഇത് കഴിയാതെ നീ പോകത്തില്ല. ഞാനാ ഇവിടെ പറയുന്നത്. ആരാണെന്ന് പറഞ്ഞാൽ ഇത് കഴിയാതെ പോകത്തില്ല. നിന്റെ പ്രോപ്പറായിട്ടുള്ള മാർക്ക് വരാതെ നീ അല്ലേ നിന്റെ ഇവിടെ വന്ന് ഒരുത്തനും ഇവിടുന്ന് പോകത്തില്ല. അതിപ്പോ ആരൊക്കെ ഇവിടെ വന്നെന്ന് പറഞ്ഞാല് കൈയും കാലം ചവിട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാർക്ക് ഞാൻ ക്ലിയർ ചെയ്തല്ലേ കൊടുത്തുള്ളൂ. മുൻ ABVP നേതാവും നിലവിൽ യുവമോർച്ച ജില്ലാ ഭാരവാഹിയുമായ അതുൽ കൃഷ്ണയാണ് കളരിപ്പയറ്റ് മത്സരത്തിന്റെ സംഘാടകർക്കും വിധികർത്താക്കൾക്കും നേരെ ഭീഷണി മുഴക്കിയത്. വിധി നിർണയത്തെ തുടർന്നുള്ള തർക്കമാണ് പരസ്യമായ കൊലവിളിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഇത് കഴിയാതെ നീ പോകത്തില്ല. ഞാനാ ഇവിടെ പറയുന്നത്. ആരാണെന്ന് പറഞ്ഞാൽ ഇത് കഴിയാതെ പോകത്തില്ല. നിന്റെ പ്രോപ്പറായിട്ടുള്ള മാർക്ക് വരാതെ നീ അല്ലേ നിന്റെ ഇവിടെ വന്ന് ഒരുത്തനും ഇവിടുന്ന് പോകത്തില്ല. അതിപ്പോ ആരൊക്കെ ഇവിടെ വന്നെന്ന് പറഞ്ഞാല് കൈയും കാലം ചവിട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാർക്ക് ഞാൻ ക്ലിയർ ചെയ്തല്ലേ കൊടുത്തുള്ളൂ. ഏകവീര കളരിയുടെ നടത്തിപ്പുകാരനായ അതുൽ കൃഷ്ണയുടെ നേതൃത്വത്തിൽ ഒരുപറ്റം മത്സരാർത്ഥികൾ ജില്ലാ കേരളോത്സവത്തിൽ പങ്കെടുത്തിരുന്നു. ചേർത്തല വെള്ളിയാകുളം NSS കരയോഗം ഹാളിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. വേദിയിൽ വിധികർത്താക്കളായ കളരിപ്പയറ്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ND സന്തോഷ് ഗുരുക്കൾക്കും മറ്റ് വിധികർത്താക്കൾക്കും നേരെ അതുൽ ആക്രമണ ഭീഷണി മുഴക്കുന്ന വീഡിയോയാണ് പുറത്തുവന്നത്. മത്സരത്തിൽ തനിക്ക് മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞാണ് കാൽ തല്ലിയോടിക്കും കൊന്നുകളയുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നത്. പോലീസ് എത്തിയാണ് സംഘാടകരെ രക്ഷപ്പെടുത്തിയത്. ഇത് കഴിയാതെ നീ പോകത്തില്ല ഇവിടുന്ന്. നിനക്ക് മറ്റേ ഫൈറ്റിങ്ങിനുള്ള പിള്ളേർ തന്നെ കാലിയാ ചവിട്ടി പറഞ്ഞു. ഇത് കഴിയാതെ നീ പോകത്തില്ല. ഞാനാ ഇവിടെ പറയുന്നത്. ആരാണെന്ന് പറഞ്ഞാൽ ഇത് കഴിയാതെ പോകത്തില്ല. നിന്റെ പ്രോപ്പറായിട്ടുള്ള മാർക്ക് വരാതെ നീ അല്ലേ നിന്റെ ഇവിടെ വന്ന് ഒരുത്തനും ഇവിടുന്ന് പോകത്തില്ല. അതിപ്പോ ആരൊക്കെ ഇവിടെ വന്നെന്ന് പറഞ്ഞാല് കൈയും കാലം ചവിട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാർക്ക് ഞാൻ ക്ലിയർ ചെയ്തല്ലേ കൊടുത്തുള്ളൂ. ന്യൂസ് 18 ആലപ്പുഴ. തിരുവനന്തപുരം ശ്രീവരാഹത്ത് വയോധികയെ ആക്രമിച്ച് 7.5 പവൻ സ്വർണം കവർന്ന സംഭവത്തിൽ 2 സ്ത്രീകളടക്കം 4 പേർ പിടി. ഷീബ, റീന, ശരത്, രാജൻ എന്നിവരാണ് അറസ്റ്റിലായത്. വയോധിക താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലെ താമസക്കാരിയാണ് പിടിയിലായ റീന. കേസിൽ ഇനി ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. മുക്കോലക്കൽ ക്ഷേത്രത്തിന് സമീപത്തെ ശിവം അപ്പാർട്ട്മെന്റിൽ വെള്ളിയാഴ്ച രാവിലെ 10:00-ഓടെയായിരുന്നു കവർച്ച. നഗരസഭാ ജീവനക്കാരന് വ്യാജനെത്തിയാണ് സംഘം കവർച്ച നടത്തിയത്. പിടിയിലായവർ കൊലക്കേസടക്കം നിരവധി കേസുകളിൽ പ്രതികളാണ്. വയോധികയെ ആക്രമിച്ച് 7.5 പവൻ സ്വർണം കവർന്ന സംഭവത്തിൽ ഷീബ, റീന, ശരത്ത്, രാജൻ എന്നിവരാണ് അറസ്റ്റിലായത്. വയോധിക താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലെ താമസക്കാരിയാണ് പിടിയിലായ റീന. ഷീബയ്ക്കൊപ്പം ബാധ്യതകൾ തീർക്കാനാണ് റീന കവർച്ച ആസൂത്രണം ചെയ്തത്. വയോധികയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണവും പോലീസ് കണ്ടെടുത്തു. കേസിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. കൂടുതൽ പ്രതികളുണ്ടോ എന്ന് തുടരന്വേഷണത്തിലെ വ്യക്തമാകൂവെന്ന് പോലീസ് പറഞ്ഞു. ശാസ്ത്രീയമായി നടത്തിയ അന്വേഷണത്തിന്റെ ഒടുവിൽ പ്രതികളെ ഇന്നലെ വൈകുന്നേരം കൂടി ഐഡന്റിഫൈ ചെയ്യുകയും രാത്രിയോടെ കൂടി 4 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സ്വർണം റിക്കവറി നടത്തിയിട്ടുണ്ട്. കുറച്ച് സ്വർണം പണയം വെച്ച് പൈസയായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിൽ കുറച്ച് റിക്കവറി നടത്തിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ റിക്കവറി, ബാക്കിയുള്ള സ്വർണം റിക്കവറി നടത്താനുണ്ട്. ഇനിയും ഒരു പ്രതി ഉണ്ടെന്നാണ് ഇതുവരെ ഉള്ള അന്വേഷണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ 5 പ്രതിയാണോ അതൊക്കെ കൂടുതൽ ഉണ്ടോയെന്ന് ഇനി അന്വേഷണം പൂർത്തിയാവുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള പിക്ചർ കിട്ടും. ഇപ്പോൾ 4 പ്രതികൾ നമ്മൾ പിടിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 11-നാണ് നഗരത്തെ ഞെട്ടിച്ച ആസൂത്രിത കവർച്ച നടന്നത്. അപ്പാർട്ട്മെന്റിന്റെ 2ാം നിലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന 65-കാരിയായ ചന്ദ്രയെ ആക്രമിച്ചാണ് ആഭരണങ്ങൾ കവർന്നത്. ഈ സമയം ഇവർ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. സംഭവത്തിലെ 2 പേർ മാലിന്യം എവിടെയാണ് നിക്ഷേപിക്കുന്നതെന്ന് ചോദിച്ചു. കഴുത്തിൽ തിരിച്ചറിയൽ കാർഡുകൾ തൂക്കി കോർപ്പറേഷൻ ജീവനക്കാരാണെന്ന് വിശ്വസിപ്പിച്ചാണ് 2 പേർ വാതിൽക്കലെത്തിയത്. വീട്ടുടമസ്ഥന്റെ ഫോൺ നമ്പർ ചോദിക്കുന്നതിനിടെ സംഘത്തിലെ മറ്റുള്ളവർ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് അതിക്രമിച്ചു കയറുകയായിരുന്നു. വയോധികയെ ആക്രമിച്ച് തള്ളിയിട്ട ശേഷം 3 പവന്റെ മാലയും 6 വളകളും സംഘം മോഷ്ടിച്ചു. മകൻ ജോലിക്ക് പോയ നേരത്ത് ഇവർ തനിച്ചാണെന്ന് മനസ്സിലാക്കിയായിരുന്നു മോഷണം. ബാക്കിൽ നിന്ന് 2 പേര് കയറി ഉള്ളിൽ കയറി അമ്മയുടെ ഈ ചെറുതായിട്ട് തുറന്നിരുന്ന വാതിൽ ഫുള്ളായിട്ട് തള്ളി അകത്ത് കയറി
വളയും വള കുറച്ച് ടൈറ്റ് ആയിരുന്നു അമ്മയുടെ കയ്യിൽ. അപ്പോൾ വളയൊക്കെ അത് ഊരാൻ വേണ്ടി ആ രണ്ടുപേരും നന്നായിട്ട് ബലം പ്രയോഗിച്ചിട്ടുണ്ട്. അതേമാതിരി ഇവിടെയും അടിച്ച് ഇവിടെയും ഇങ്ങനെ അടിച്ചിട്ട് മാലയും ഊരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മാല ഇങ്ങനെ വലിച്ചൂരി എന്നാണ് അമ്മ പറയണത്. അമ്മയ്ക്ക് അത്രയ്ക്കും ആ ഷോക്കെന്ന് അറിയാലോ. വലിച്ചൂരി ബലമായിട്ട് തട്ടി ഇവിടെ അടുത്ത് ബെഡ്റൂമുണ്ട്, ആ ബെഡ്റൂമിൽ തട്ടിയിട്ടിട്ട് അവര് പോവാണ് ചെയ്തത്. 2 ദിവസം മുൻപും ഇതേ സംഘം പരിസരത്തെത്തിയിരുന്നു. തുടർന്ന് സ്ഥലം നിരീക്ഷിച്ച ശേഷമാണ് മോഷണം നടത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. തൃശൂർ സ്വദേശിയായ ചന്ദ്രയും മകൾ വിഷ്ണുവും 4 വർഷമായി ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. പ്രതികൾക്കെല്ലാം ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇതിലൊരാൾ കൊലക്കേസ് പ്രതിയാണ്. തിരുവനന്തപുരം പാങ്ങോട് സൈനിക ക്യാമ്പിലെ ആനക്കൊമ്പ് മോഷണത്തിൽ അന്വേഷണം വഴിത്തിരിവിൽ. പ്രതി ക്യാമ്പിലുള്ള ആളെന്നാണ് സൂചന. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും ക്യാമ്പിൽ പരിശോധന നടത്തി. സംശയിക്കുന്നയാളുടെ വിരലടയാളവും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. BJP പാർട്ടിക്ക് എത്തിയവരെയും ചോദ്യം ചെയ്തു. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് വിവരം. അതീവ സുരക്ഷാ മേഖലയായ തിരുവനന്തപുരം പാങ്ങോട് സൈനിക ക്യാമ്പിൽ നിന്ന് മോഷണം പോയ ആനക്കൊമ്പുകൾ തേടിയുള്ള അന്വേഷണമാണ് ക്യാമ്പിനുള്ളിലേക്ക് തന്നെ എത്തുന്നത്. ക്യാമ്പിനകത്തു നിന്നുള്ളയാളാണ് മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. 2 ആനക്കൊമ്പുകളും പ്രദർശിപ്പിച്ചിരുന്ന ഓഫീസേഴ്സ് ക്ലബ്ബിൽ നിന്ന് ലഭിച്ച സംശയാസ്പദമായ നിലയിലുള്ള വിരലടയാളം പോലീസ് പരിശോധിച്ചു വരുന്നു. സംശയം തോന്നിയ വ്യക്തിയിൽ നിന്നും വിരലടയാളം ശേഖരിച്ചാണ് പരിശോധന. ക്ലബിൽ ബുധനാഴ്ച സംഘടിപ്പിച്ച DJ പാർട്ടിക്ക് ശേഷമാണ് ആനക്കൊമ്പുകൾ കാണാതായത്. അന്വേഷണത്തിനായി കന്റോൺമെന്റ് ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം രൂപീകരിച്ചു. 100 കിലോയോളം തൂക്കം വരുന്ന ആനക്കൊമ്പുകൾ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ആസൂത്രണം വേണമെന്ന നിഗമനമാണ് ക്യാമ്പിലേക്ക് തന്നെ അന്വേഷണം എത്തിച്ചത്. അതേസമയം പാർട്ടി നടന്ന ഓഫീസേഴ്സ് ക്ലബ്ബിൽ CCTV ഇല്ലാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ക്യാമ്പിലേക്ക് DJ പാർട്ടിക്കായി പുറത്തുനിന്ന് കൊണ്ടുവന്ന 18 പേരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. 1929 സർക്കാർ സൈന്യത്തിന് കൈമാറിയ ആനക്കൊമ്പുകളാണ് നഷ്ടമായത്. ഇവയ്ക്ക് 2 കോടിയോളം രൂപ വിലമതിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. കാസർഗോഡ് മഞ്ചേശ്വരത്ത് കന്നുകാലികളെ ഇറക്കുന്നതിനിടെ തൊഴിലാളികൾക്ക് ക്രൂരമർദ്ദനം. 6 സംഘത്തിന്റെ മർദ്ദനത്തിൽ ഉത്തർപ്രദേശ് സ്വദേശികളായ 2 പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. അക്രമി സംഘത്തിലെ ഒരാളുടെ ഫോൺ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആക്രമണം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണോ അതോ പ്രദേശത്ത് മനഃപൂർവ്വം സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനുള്ള ശ്രമമാണോ ഉണ്ടായതെന്ന് പോലീസ് പരിശോധിക്കും. മഞ്ചേശ്വരത്ത് കന്നുകാലികളെ ഇറക്കുന്നതിനിടെയാണ് തൊഴിലാളികൾക്ക് നേരെ 6 സംഘത്തിന്റെ ആക്രമണം ഉണ്ടായത്. മർദ്ദനത്തിൽ ഉത്തർപ്രദേശ് സ്വദേശികളായ 2 പേർക്ക് പരിക്കേറ്റു. മഞ്ചേശ്വരം കരോടിയിലാണ് സംഭവം. പാലക്കാട് നിന്ന് ലോറിയിൽ കൊണ്ടുവന്ന പോത്തുകളെ ഇറച്ചിക്കടയ്ക്ക് സമീപം ഇറക്കുന്നതിനിടെ ഓട്ടോറിക്ഷയിലും ബൈക്കിലുമായി എത്തിയ സംഘം തൊഴിലാളികളെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. പരിക്കേറ്റ UP സ്വദേശികളായ ദാവൂദ്, ബുർഖാൻ എന്നിവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവിടെ പോത്തിനെ ഇറക്കുകയോ അറക്കുകയോ ചെയ്യാൻ പാടില്ലെന്ന് ആക്രോശിച്ചുകൊണ്ടാണ് സംഘം ആക്രമിച്ചതെന്ന് പരിക്കേറ്റവർ പോലീസ് നൽകിയ മൊഴിയിൽ പറയുന്നു. ഓട്ടോറിക്ഷയിൽ 5 പേരും ബൈക്കിൽ ഒരാളുമാണ് ഉണ്ടായിരുന്നത്. സമീപവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത്. പോലീസ് വരുന്നറിഞ്ഞ അക്രമി സംഘം ഉടൻ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. അക്രമികൾ രക്ഷപ്പെടുന്നതിനിടെ സംഘത്തിലെ അനിൽ എന്നയാളുടേതെന്ന് സംശയിക്കുന്ന മൊബൈൽ ഫോൺ സ്ഥലത്ത് വീണുപോയി. പോലീസ് ഇത് കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചു വരികയാണ്. ഈ ഫോണിലെ വിവരങ്ങൾ കേന്ദ്രീകരിച്ച് അക്രമി സംഘത്തിലെ മറ്റുള്ളവർക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. സംഭവം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണോ അതോ പ്രദേശത്ത് മനഃപൂർവ്വം സംഘർഷാവസ്ഥ ഉണ്ടാക്കാനുള്ള ശ്രമമാണോ എന്നും പോലീസ് പരിശോധിച്ചു വരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. മൈക്രോ ഫിനാൻസ് വായ്പ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ 3 പേർ കൊട്ടാരക്കരയിൽ പോലീസിന്റെ പിടിയിലായി. തിരുവല്ല സ്വദേശികളായ രാജീവൻ, ഗിരീഷ് കുമാർ, ചെങ്ങന്നൂർ സ്വദേശി ഗോപകുമാർ എന്നിവരാണ് പിടിയിലായത്. ഒളിവിൽ കഴിയുന്ന മറ്റൊരു പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി.
7 സ്റ്റാർ M3G അസോസിയേറ്റ്സ് എന്ന പേരിലുള്ള സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു തട്ടിപ്പ്. തൃപ്പൂണിത്തുറ കേന്ദ്രമാക്കി തിരുവല്ല, കലൈപുരം, കൊട്ടാരക്കര പ്രദേശങ്ങളിൽ ബ്രാഞ്ചുകൾ സ്ഥാപിച്ചായിരുന്നു തട്ടിപ്പ്. മൈക്രോ ഫിനാൻസ് വായ്പ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ആദ്യം കുറച്ച് പണമടയ്ക്കാൻ ആവശ്യപ്പെടും. പിന്നീട് മൊബൈൽ ഫോൺ നമ്പറുകൾ ബ്ലോക്ക് ചെയ്ത് മുങ്ങുകയാണ് പ്രതികളുടെ രീതി. ഇപ്പം നമ്മുടെ പരാതി കിട്ടി പരിശോധിച്ചപ്പോൾ ഒരു 10,000 മുതൽ 65,000 രൂപ വരെയുള്ള പല തുകകളിലായിട്ട് പലരുടെ കയ്യിൽ നിന്നും ഒരു ടോക്കൺ ഫീസായിട്ട് ഇവർ വാങ്ങിക്കുന്നു. എന്നിട്ട് ഇവർ ആ പൈസ വാങ്ങിച്ചിട്ട് ഈ ആളുകൾ ലോൺ എന്തായി എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവർ പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും പിന്നീട് ആ നമ്പറുകൾ, കസ്റ്റമേഴ്സിൻ്റെ നമ്പറുകളെല്ലാം ബ്ലോക്ക് ചെയ്ത് ഇവരെല്ലാം കടന്നു കളയാണ് സാധിക്കുന്നത്. ഇവരുടെ ആരുടെയും ഫോട്ടോഗ്രാഫുകളോ മറ്റ് ഡീറ്റെയിൽസോ ഒന്നും കിട്ടിയിരുന്നില്ല. കൊട്ടാരക്കരയിലെ സ്ഥാപനം ഇവർ പൂട്ടുകയും ചെയ്തു. ഇവരുടെ മറ്റൊരു സ്ഥാപനം ഇവർ കലൈപുരത്ത് തുടങ്ങി എന്നുള്ള വിവരം പോലീസിന് കിട്ടിയതിനെ തുടർന്ന് ഞങ്ങൾ ഇതിലെ പ്രധാനപ്പെട്ട ഒരാൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയും അതിൽ ഫീൽഡ് വർക്കറായി എത്തിയിരുന്ന രാജീവ് എന്ന ഒരാളെ ഞങ്ങൾ തന്ത്രപരമായി കസ്റ്റഡിയിലെടുക്കുകയും ആണ് ചെയ്തത്. 10,000 മുതൽ 65,000 രൂപ വരെ തുടങ്ങി 9 പേരിൽ നിന്നായി ഏകദേശം 3 ലക്ഷം രൂപയാണ് ഇവർ കൈക്കലാക്കിയത്. അടുത്തിടെ ആലപ്പുഴ ജില്ലയിലെ കരുമാടി സ്വദേശിക്ക് 5 ലക്ഷം രൂപ ലോൺ തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് 55,000 രൂപ തട്ടിയെടുത്ത സംഭവത്തിലാണ് കേസെടുത്തത്. ഇയാളുടെ പരാതിയെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചതും പ്രതികളെ പിടികൂടിയതും. പ്രതികൾ പിടിയിലായതോടെ നിരവധി പേരാണ് പരാതിയുമായി എത്തുന്നതെന്ന് പോലീസ് പറഞ്ഞു. ബാങ്കുകളിൽ നേരത്തെ ക്ലോസ് ചെയ്ത ലോണുകളുടെ തുക കൂട്ടി നൽകാമെന്നും മറ്റാനുകൂല്യങ്ങൾ ലഭ്യമാക്കാമെന്നും വാഗ്ദാനം ചെയ്തായിരുന്നു പ്രതികൾ പരസ്യം നൽകി തട്ടിപ്പ് നടത്തിയിരുന്നത്. കൊട്ടാരക്കര ഇൻസ്പെക്ടർ ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ SI-മാരായ അഭിലാഷ് ആർ, പങ്കജ് കൃഷ്ണ, ശ്യാംകൃഷ്ണൻ, മനുകൃഷ്ണൻ, രാജേഷ്, ശുഭ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കൊട്ടാരക്കര. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ 3ാമത്തെ ലൈംഗിക പീഡന പരാതിയിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാണ് വീഡിയോ കോൺഫറൻസ് വഴി മൊഴി രേഖപ്പെടുത്തിയത്. വിദേശത്തുള്ള യുവതി ഇന്ത്യൻ എംബസിയിലെത്തിയാണ് വീഡിയോ കോൺഫറൻസിലൂടെ മജിസ്ട്രേറ്റിന് രഹസ്യമൊഴി നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 3ാമത്തെ ബലാത്സംഗ കേസിലാണ് പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് വീഡിയോ കോൺഫറൻസിംഗ് വഴി വിദേശത്തുള്ള അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയത്. ഇന്ത്യൻ എംബസിയിൽ വെച്ചാണ് വീഡിയോ കോൺഫറൻസിംഗ് വഴി യുവതി കോടതിക്ക് മുന്നിൽ മൊഴി നൽകിയത്. ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചായിരുന്നു മൊഴിയെടുപ്പ്. നേരത്തെ അന്വേഷണ സംഘവും വീഡിയോ കോൺഫറൻസിംഗ് വഴി അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കോടതിക്ക് മുന്നിലും ഇതേ മൊഴി തന്നെ യുവതി ആവർത്തിച്ചതായാണ് വിവരം. ആദ്യ 2 കേസുകളിൽ അറസ്റ്റിൽ നിന്ന് വഴുതിയ രാഹുലിനെ ഈ കേസിലാണ് പോലീസ് ആദ്യം കുടുക്കിയത്. ജനുവരി 11 പുലർച്ചെ പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് നാടകീയമായിട്ടായിരുന്നു MLA കസ്റ്റഡിയിലെടുത്തത്. ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചെന്നും മർദ്ദിച്ചെന്നും യുവതിയുടെ പരാതിയിലുണ്ടായിരുന്നു. ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതായും സാമ്പത്തികമായി ചൂഷണം ചെയ്തെന്നും പരാതിയിൽ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ആക്ഷൻ ഹീറോ ബിജു സെക്കൻഡ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് നിർമ്മാതാവ് നൽകിയ കേസിൽ തീരുമാനമുണ്ടാകാൻ മീഡിയേഷൻ നിർദ്ദേശിച്ച് ഹൈക്കോടതി. നടൻ നിവിൻ പോളിയും നിർമ്മാതാവ് PS ഷംനാസും തമ്മിലുള്ള തർക്കത്തിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. നിർമ്മാതാവിനെതിരെ നിവിൻ പോളി നൽകിയ പരാതിയിൽ കേസെടുത്ത പോലീസ് നടപടി കോടതി സ്റ്റേ ചെയ്തു. സംവിധായകൻ എബ്രിൽ ഷൈനും ഷംനാസും തമ്മിലുള്ള തർക്കത്തിലും ഒത്തുതീർപ്പ് ചർച്ച നടത്താനാണ് കോടതിയുടെ നിർദ്ദേശം. ആക്ഷൻ ഹീറോ ബിജു സെക്കൻഡ് എന്ന സിനിമയുടെ നിർമ്മാണത്തിന് PS ഷംനാസ് 2,90 ലക്ഷത്തോളം രൂപ ചിലവാക്കി ബംഗ്ലാദേശിലും കൽക്കട്ടയിലുമായി 14 ദിവസം ചിത്രീകരണം നടത്തിയിരുന്നു. എന്നാൽ നിർമ്മാതാവ് അറിയാതെ ചിത്രത്തിന്റെ വിദേശ വിതരണാവകാശം മറ്റൊരു കമ്പനിക്ക് 5 കോടി രൂപയ്ക്ക് നൽകി 2 കോടിയോളം രൂപ നിവിൻ പോളിയുടെ നിർമ്മാണ കമ്പനി മുൻകൂറായി വാങ്ങിയെന്നാണ് നിർമ്മാതാവിന്റെ പരാതി. ഇതിൽ വൈക്കം കോടതി നിർദ്ദേശപ്രകാരം തലയോലപ്പറമ്പ് പോലീസ് നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിൽ ഷൈനുമെതിരെ കേസെടുത്തിരുന്നു. ഈ കേസ് തള്ളിക്കളയണമെന്ന പ്രതികളുടെ അപേക്ഷയിലാണ് കേസ് പരിഹരിക്കാൻ മീഡിയേഷന് ഹൈക്കോടതി ഉത്തരവിട്ടത്.
വ്യാജരേഖ ചമച്ചുവെന്ന നിവിൻ പോളിയുടെ പരാതിയിൽ നിർമ്മാതാവിനെതിരെ കേസെടുത്ത നടപടി നിർത്തിവെക്കാനും കോടതി ഉത്തരവിട്ടു. പാലാരിവട്ടം പോലീസാണ് ഷംനാസിനെതിരെ കേസെടുത്തത്. സംവിധായകൻ എബിൾ ഷൈനും ഷംനാസും തമ്മിലുള്ള തർക്കത്തിലും മധ്യസ്ഥ ചർച്ച നടത്താനാണ് കോടതിയുടെ നിർദ്ദേശം. ന്യൂസ് 18 കൊച്ചി. കൗമാരക്കാർ പ്രതികളാകുന്ന ക്രിമിനൽ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണ്. ലഹരി ഉപയോഗത്തിനടക്കം പണം കണ്ടെത്താനാണ് പലരും മോഷണം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് തിരിയുന്നത്. കഴക്കൂട്ടത്ത് ബൈക്ക് മോഷണ കേസിൽ പിടിയിലായത് പ്രായപൂർത്തിയാകാത്തവരാണ്. 2 ദിവസം മുമ്പായിരുന്നു മോഷണം. കഴക്കൂട്ടം നേതാജി ലൈൻ ശിവനഗറിലെ അനിലിന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ബൈക്കാണ് സംഘം കവർന്നത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളെ വേഗത്തിൽ പിടികൂടാൻ സഹായിച്ചത്. ഇതിനിടെ സ്റ്റിക്കർ അടക്കം മാറ്റി ബൈക്കിന് രൂപമാറ്റം വരുത്തിയിരുന്നു. 16-17 വയസ്സുള്ളവരാണ് പിടിയിലായ പ്രതികൾ. ഇവരെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.